ഇഗോർ തിയാഗോ. ഒരു വർഷം മുമ്പ് പലർക്കും ഈ പേര് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ സാക്ഷാൽ എർലിംഗ് ഹാലൻഡിന് തൊട്ടുപിറകിൽ ഈ പേര് നിങ്ങൾക്ക് കാണാം. നിലവിലെ സീസണിൽ 11 ഗോളുകളാണ് ബ്രെൻഫോർഡിന്റെ ബ്രസീലിയൻ താരം അടിച്ചുകൂട്ടിയത്. യുണൈറ്റഡിനും ന്യൂകാസിലിനുമെതിരെ ഇരട്ട ഗോളുകൾ. ലിവർപൂളിനെതിരെയും സ്കോർ ചെയ്തു. പ്രീമിയർ ലീഗിൽ ബ്രെൻഫോർഡിനെ പിടിച്ചു നിർത്തുന്നത് തിയാഗോയുടെ ഗോളുകളാണെന്ന് പറയേണ്ടി വരും. സ്റ്റാർ പ്ലേയേഴ്സായ എംബ്യൂമോയും യുവാൻ വിസയും ടീം വിട്ടപ്പോൾ ടീമിലെ കുന്തമോനയായി മാറിയിരിക്കുകയാണ് ഈ ബ്രസീലുകാരൻ. ബ്രസീലിലെ ഗാമയിൽ ജനിച്ച ഇഗോർ തിയാഗോക്ക് ഏതൊരു ബ്രസീലിയൻ ബാലനെ പോലെയും ഫുട്ബോളായിരുന്നു ജീവൻ. രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, വൈകിട്ട് കളിക്കാൻ ഇറങ്ങുന്നു. ഫുട്ബോൾ പ്രൊഫഷണലായി തന്നെ എടുക്കാൻ തിയാഗോ തീരുമാനിച്ചു. പക്ഷേ പിന്നീടാണ് ഉൽക്ക പോലെ അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നെത്തുന്നത്. അയാളുടെ പിതാവ് അകാലത്തിൽ മരണപ്പെടുന്നു. അന്നവന് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കുടുംബത്തിന്റെ ഭാരം ചുമലിലേറ്റി അവൻ കിട്ടാവുന്ന പണികൾക്കെല്ലാം പോയി. മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പണിയെടുക്കുന്നു. അയൽവാസികളുടെ ഗാർഡനുകൾ വൃത്തിയാക്കി നൽകുന്നു. അങ്ങനെ പലതരം ജോലികളെടുത്ത് അയാൾ തന്റെ കുടുംബം പോറ്റി. അതിനിടയിൽ ഫുട്ബോൾ കരിയർ മുന്നോട്ട് പോകാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന്റെ ശ്രമങ്ങളൊന്നും നടന്നില്ല. ട്രെയിനിങ് എല്ലാം നിർത്തി പൂർണ്ണമായും കുടുംബത്തിനായി പണിയെടുക്കാൻ ഇഗോർ തിയാഗോ തീരുമാനിക്കുന്നു. ഫുട്ബോൾ താരമാകാനുള്ള അവന്റെ സ്വപ്നം കയ്യിൽ നിന്ന് വഴുതിപ്പോയെന്ന് അവൻ കരുതി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടിലെ സോഫയിലിരുന്ന തിയാഗോയോട് അമ്മയൊരു ചോദ്യം ചോദിച്ചു. നീ ഇനി ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ലേ? ആ ഒരു ചോദ്യം, ആ ഒരൊറ്റ ചോദ്യം അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ആ നിമിഷം ബൂട്ടുമെടുത്ത് അവൻ ട്രെയിനിങ്ങിന് ഇറങ്ങി. ഇറ്റ് വാസ് എ റീസ്റ്റാർട്ട്. അയാളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമായിരുന്നു അത്. 17 വയസ്സിൽ ബ്രസീലിയൻ ക്ലബ് ക്രുസേറോയിലൂടെ തുടക്കം. പിന്നീട് ദേശങ്ങളും രാജ്യങ്ങളും കടന്ന് ഇന്ന് ബ്രെൻഫോർഡിൽ 30 മില്യൺ ചിലവിട്ടാണ് ബ്രെൻഫോർഡ് താരത്തെ പ്രീമിയർ ലീഗിൽ എത്തിച്ചത്. തൻ്റെ ആദ്യ സീസണിൽ പരിക്കിൻ്റെ പിടിയിലായിരുന്ന താരത്തിന് കാര്യമായി തിളങ്ങാൻ സാധിച്ചില്ല. പക്ഷേ തളരാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. രണ്ടാമത്തെ സീസണിൽ ടീമിലെ ടോപ്പ് സ്കോറർ പട്ടികയിൽ അയാളുടെ പേര് അയാൾ എഴുതി ചേർത്തു. ലോകകപ്പിന് ഒരുങ്ങുന്ന ബ്രസീലിയൻ നിരയിൽ ഒരു സ്ട്രൈക്കറുടെ കുറവുണ്ട്. ആ റോളിലേക്ക് ഒരു പക്ഷേ കാർലോ അൻസെലോട്ടിക്ക് ഈ ഒരു പേര് തിരഞ്ഞെടുക്കാം.